ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ട്രോയ് നഗരം പിടിച്ചടക്കുവാനായി ഗ്രീക്കുകാർ അനേക വർഷം തന്നെ യുദ്ധം ചെയ്തു. പക്ഷേ കരുത്തരായ ട്രോയ് നിവാസികളുടെയും ശക്തമായ കോട്ടയുടെ മുന്നിൽ ഗ്രീക്കുകാർ വഴിമുട്ടി നിന്നു. ഒടുവിൽ അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു. തങ്ങൾ യുദ്ധം മതിയാക്കി പിന്തിരിഞ്ഞു പോവുകയാണെന്ന ഭാവത്തിൽ അവർ അല്പം പിൻവാങ്ങി. അതിനു മുൻപായി തടികൊണ്ട് ഭീമാകാരമായ ഒരു കുതിരയെ ഉണ്ടാക്കി നഗര കവാടത്തിലേക്ക് ഉന്തിയും തള്ളിയും അവർ കൊണ്ടുവന്നു. പക്ഷേ ആ ഭീമൻ തടിക്കുതിരയ്ക്കുള്ളിൽ ഏതാനും ഗ്രീക്ക് പടയാളികൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ശത്രു സൈന്യം പിൻവാങ്ങുന്നതിൻ്റെ ആശ്വാസത്തിൽ ട്രോയ് നിവാസികൾ ആ തടിക്കുതിരയെ ദൈവം സ്വർഗത്തിൽ നിന്നും ഇട്ടുകൊടുത്ത സമ്മാനമായി കരുതി വലിയ ആഘോഷത്തോടെ നഗരത്തിനുള്ളിൽ അതിനെ കൊണ്ടുവന്നു. അങ്ങനെ ശത്രു സൈന്യം പിൻവാങ്ങിയതിൻ്റെ ആഹ്ലാദത്തിലും സ്വർഗത്തിൽ നിന്നും സമ്മാനമായി കിട്ടിയ കുതിരയെക്കുറിച്ചുള്ള നിർവൃതിയിലും അവർ ആ രാത്രിയിൽ എല്ലാം മറന്നുറങ്ങി. എന്നാൽ ആ രാത്രിയിൽ യുദ്ധം മതിയാക്കി പിൻവാങ്ങുന്നു എന്ന് ഭാവിച്ച ഗ്രീക്ക് സൈന്യം തിരിച്ചു വന്നു. കോട്ടയ്ക്കകത്തെ തടിക്കുതിരയ്ക്കുള്ളിലുണ്ടായിരുന്ന പടയാളികൾ പുറത്തു വന്ന് കോട്ടവാതിൽ അകത്തു നിന്നും തുറന്നു കൊടുക്കുകയും ചെയ്തു. പട്ടണത്തിനുള്ളിലേക്ക് ഇരച്ചു കയറിയ ഗ്രീക്ക് സൈന്യം നഗരവാസികളെ കൊല്ലുകയും നഗരം പിടിച്ചടക്കുകയും ചെയ്തു. ഈ കഥ ഓർക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഒന്ന്, യുദ്ധം ഒഴിവായി എന്നാശ്വസിച്ച് ജാഗ്രതയില്ലാതിരുന്നപ്പോഴാണ് ശത്രു സൈന്യം ട്രോയ് നഗരത്തെ കീഴടക്കിയത്. അതുപോലെ ഏത് വിധത്തിലും നമ്മെ കീഴടക്കുവാൻ തക്കം പാർത്തിരുന്ന സാത്താനെ ശത്രുവായി നാം തിരിച്ചറിയണം. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളപ്പോൾ നാം കൂടുതൽ പ്രാർത്ഥിക്കും, ഒരുങ്ങിയിരിക്കും. എന്നാൽ പ്രശ്നങ്ങളൊന്നും വിശേഷിച്ച് അനുഭവപ്പെടാത്ത കാലങ്ങളിൽ നമ്മുടെ അലസതയും ജാഗ്രതയില്ലായ്മയും മുതലെടുത്ത് പിശാച് നമ്മെ കീഴടക്കിയേക്കാം. തന്മൂലം നിരന്തര ജാഗ്രതയില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, ശത്രു സൈന്യം ഒളിച്ചിരുന്ന മരക്കുതിരയെ ട്രോയ് നിവാസികൾ ദൈവത്തിൽ നിന്നുമുള്ള അനുഗ്രഹമായാണ് കരുതിയത്. അതുപോലെ ധാർമ്മികമല്ലാത്ത വരുമാന മാർഗങ്ങളും നമ്മുടെ ആത്മാവിനെ ദുർബലമാക്കാനിടയുള്ള സ്ഥാനമാനങ്ങളും കൂട്ടുകെട്ടുകളും അംഗീകാരവും അഭിനന്ദനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായി നാം തെറ്റിദ്ധരിക്കാനിടയുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, അതിലൂടെയെല്ലാം സാത്താൻ നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഉള്ളിൽ കയറാനിടയുണ്ട്. അവൻ നമ്മുടെ സംരക്ഷണത്തിൻ്റെ വാതിലുകൾ തകർക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളുമാകുന്ന ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നാം തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ടാണ് ഇന്നത്തെ കുറിവാക്യം നമ്മെ ഓർമ്മിപ്പിച്ചത്: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഓരോ നിമിഷവും തിരിഞ്ഞ് അവൻ ചുറ്റി നടക്കുകയാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മുടെ കുടുംബജീവിതത്തിലും ആയിരിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിലൂടെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജാഗ്രതയുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, എല്ലാ അവസരങ്ങളിലും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാനും സാത്താന്യ പോരാട്ടങ്ങളെ അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവഹിക്കുവാൻ തക്കവണ്ണം കർത്താവേ, നീ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.